തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാനത്തൊട്ടുക്കും നടക്കുന്ന ഒപ്പുമതിൽ തിരുനാവായ പഞ്ചായത്തിൽ മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച ഒപ്പുമതിൽ സമര പരിപാടി തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുസ്ലിം ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്തി രാജ് നിയമം നടപ്പിലാക്കിയതിൻ്റെ ഗുണഫലം കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ഒരുപാട് കാലമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അലോക്കേഷനും അലോട്ട്മെൻറ്റുമായിട്ട് ഒരുപാട് അന്തരമുണ്ട്. അതോടൊപ്പം തന്നെ ആ അലോട്ട്മെൻറ്റിൽ പറഞ്ഞ സംഖ്യകൾ തന്നെ പരിപൂർണമായിട്ടും കൊടുക്കാതിരിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തിരുനാവായ പഞ്ചായത്തിൽ തന്നെ 2.5 കോടി രൂപ ആ രീതിയിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതോടൊപ്പം 49 ലക്ഷം രൂപ മെയിൻ്റനൻസ് ഗ്രാൻറ്റിലെ വിവിധ ഇനങ്ങളിലായിട്ടും വെട്ടിക്കുറച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു രീതിയിലുള്ള പ്രയാസമാണ്. പ്രത്യേകിച്ച് പ്രാദേശിക വികസനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതിന് വേണ്ടി ഗ്രാമസഭകൾ വഴി ആവിഷ്കരിച്ച് മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തുക എന്ന ദൗത്യം നിർവഹിക്കപ്പെടേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അവിടെയാണ് ഈ രീതിയിൽ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം ഈ രീതിയിൽ ഓരോ വർഷവും ഭീമമായ സംഖ്യ ആ വികസനത്തിന് വേണ്ടി വരുന്ന സംഖ്യകൾ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുള്ളൂ. അത് എന്തുകൊണ്ടും ഒരു ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് അത്ര ഗുണകരമല്ല. ഇത് ഈ പഞ്ചായത്തി രാജ് നിയമത്തിൻ്റെ അന്തസത്തക്ക് തന്നെ എതിരാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇത്രയും ഭീമമായ തുക മൊത്തത്തിൽ അലോക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളതിൽ തന്നെ അലോട്ട്മെൻറ്റ് നമുക്ക് കിട്ടാതിരിക്കുകയും ആ കിട്ടുന്ന അലോട്ട്മെൻറ്റിൽ തന്നെ ഈ രീതിയിൽ ഭീമമായ രീതിയിൽ വെട്ടിക്കുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ വികസന മുരടിപ്പ് അതായത് പ്രാദേശിക തലത്തിലുണ്ടാകും. കാരണം 23 വാർഡുള്ള വലിയ ഒരു പഞ്ചായത്ത് തന്നെ നമ്മൾ സാമ്പിളായി എടുത്താൽ തിരുനാവായ അത് പഞ്ചായത്തി രാജ് നിയമത്തിൻ്റെ തന്നെ അന്തസത്തക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രതിഷേധാർഹമാണ്. ഇത് തിരുത്തുന്നത് വരെ സമരപരിപാടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേരളത്തിൽ UDFും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയും ഒക്കെ ആഗ്രഹിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അങ്ങനെ സമരരംഗത്ത് വന്നിരിക്കുകയാണ്. അവർ VP കുഞ്ഞാലി, പള്ളത്ത് ലത്തീഫ്, CP മുഹമ്മദ് ബഷീർ, KT മുസ്തഫ, നാസർ ആയപ്പള്ളി, V സീനത്ത് ജമാൽ, മാമ്പറ്റ ദേവിയാനി, സൂർപ്പിൽ ബാവ ഹാജി, താജുദ്ദീൻ പല്ല, ഖദീജ ആയപ്പള്ളി, നഫീസ കുറ്റിപ്പറമ്പിൽ, ഹാരിസ് പറമ്പിൽ, സോളമൻ വിക്ടർ ദാസ്, ഹസീന MP, ഉണ്ണി വൈരങ്കോട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് 99 തിരൂർ. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.